ഹലോ ഗായ്സ്, ഇന്നാണെങ്കിൽ നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ റാണിപുരം പോയ വീഡിയോ ആണ് ഇന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ സമയമായിട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സമയമൊന്നും ഇല്ലായിരുന്നു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ മേലെ കയറാൻ പറ്റാത്തത് കൊണ്ട് ഇന്നൊന്നും കൂടി വന്നിട്ടേ ഉള്ളൂ. അന്ന് നമ്മൾ വന്നിട്ട് നേരെ താഴെ മാത്രം ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പോയതാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ 3 മണിക്കാണ് കേട്ടോ ഇവിടെ എൻട്രി വരുന്നത്, അപ്പോൾ എൻട്രി ടൈം വരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ കറക്റ്റ് 3 സമയത്ത് ഓടി ചാടി ടിക്കറ്റും എടുത്ത് ഇതിൻ്റെ മുകളിൽ അങ്ങനെ കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ നമ്മൾ ഏറ്റവും മേലെ അങ്ങ് കുന്നിൻ്റെ മേലെ എത്തണമെങ്കിൽ ഒരു 2 മണിക്കൂർ എന്തായാലും നമ്മൾ നടക്കണം. അത്ര നമ്മൾ പോയില്ല, പക്ഷെ പകുതിയോളം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോകുന്ന സമയത്താണെങ്കിൽ മേലെ കുറേ കുരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ നല്ല തണുപ്പല്ല, അത്യാവശ്യം ഒരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ടയേർഡ് ആവുമല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് ഈ ചൂടുകാലത്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നടന്ന് മേലെ വരുന്ന സമയത്ത് ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ സമയം നമ്മൾ നടക്കുന്നതല്ലേ, പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ താഴ്ന്ന് വരുമ്പോഴേ 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് അവിടുത്തെ ഇങ്ങനെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷികൾ കരയുന്നതും അങ്ങനത്തെ സൗണ്ടൊക്കെ അതൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഓടിച്ചാടി വന്നതുകൊണ്ട് ഇതെന്താ 2-3 ടിക്കറ്റ് കയ്യിലുണ്ട്, അത് എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഒരു കുന്നിൻ്റെ കുറച്ച് ഇപ്പുറം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുള്ള് ഗ്രീന് കളറ്, ഇതൊരു ഗ്രീൻ ഗ്രാസ് ഒരു ഹില്ല് പോലത്തെ ഏരിയ ആണ്. ഇവിടെ ആണെങ്കിൽ പാമ്പുകളൊക്കെ ഉണ്ടാവും, സൂക്ഷിക്കണം എന്നൊക്കെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാസർഗോഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ വന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ടൗണിലൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ നല്ല നേച്ചറും ആ ഒരു തണുപ്പും പിന്നെ നല്ല പക്ഷികളുടെയൊക്കെ സൗണ്ടും ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റാണിപുരത്തേക്ക് വന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒരു നല്ലൊരു മെമ്മറിഫുള്ളായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കുറച്ചൊക്കെ മേലെ കയറിയിട്ട് പിന്നെ നമ്മൾ നേരെ താഴോട്ടങ്ങ് ഇറങ്ങുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങണം എന്ന് അവർ പറഞ്ഞായിരുന്നു. നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നെങ്കിലും 5 മണിയാകുമ്പോൾ എന്തായാലും താഴെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ 7 മണി വരെ സമയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് 5 മണി വരെ മാത്രമാണ് കേട്ടോ. നമുക്ക് 5 മണിയാകുമ്പോൾ എന്തായാലും നമ്മൾ പുറത്തിറങ്ങണം. അതുകൊണ്ട് നമ്മൾ പകുതിയൊക്കെ കയറിയിട്ട് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ താഴെ വന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു ദിവസമായിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങളും വരാം. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നന്നായി വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കൊന്നും കഴിക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ബ്രെഡ് ഓംലെറ്റും കൂടി കഴിച്ചിട്ട് പിന്നെ നേരെ തിരിച്ചു പോയിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.